ഹലോ ഗായ്സ്, വെൽക്കം ടു ഡൽഹി ജയ്പൂർ വ്ളോഗ്. തൃശ്ശൂരിൽ നിന്ന് കൃത്യം 7:30 ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ട്രെയിൻ ഒരല്പം ലേറ്റ് ആയെങ്കിൽ കൂടി ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രിൽഡായിരുന്നു. ട്രെയിനിൽ കയറിയതും കുറച്ച് പേര് ഫുഡിങ് തുടങ്ങി, കുറച്ച് പേര് ഗെയിംസ് കളിക്കാനുള്ള പ്ലാനിങ് തുടങ്ങി. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളുടെ ഫുഡിങ്ങിലേക്ക് ഞങ്ങൾ ആദ്യം തന്നെ കടക്കുക ചെയ്തത്. ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡെല്ലാം ഷെയർ ചെയ്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം പലതരത്തിലുള്ള ഗെയിംസ് കളിക്കുമായിരുന്നു. കള്ളനും പോലീസ്, യൂനോ, അതുപോലെ തന്നെ ഷീറ്റ് കളി, അങ്ങനെ വേണ്ട പല ഞങ്ങൾ നല്ല ജോളിയായിട്ട് പോയിരുന്നു. വിശ്രമവേളകളിൽ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ വേറെ ഒന്നുമല്ല, ഫുഡ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വായിക്ക് റെസ്റ്റ് കൊടുക്കാതെ ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു. കൃത്യം 12:40 ഞങ്ങൾ എത്തിയത് കാസർഗോഡായിരുന്നു. അങ്ങനെ കാസർഗോഡ് എത്തിയപ്പോൾ പലർക്കും പലതരത്തിലുള്ള കഥകൾ പറയാനുണ്ടായിരുന്നു, അവരുടെ അനുഭവങ്ങളും. ചിലർ അവിടെ പഠിച്ച കഥകളും, ചിലർക്ക് അവിടെ ഉണ്ടായിരുന്ന മനസ്സിൽ നിന്ന് മായാത്ത ഓർമ്മകളൊക്കെ ആയിരുന്നു. അങ്ങനെ കാസർഗോഡ് കഥകളും കേട്ട് ട്രെയിനിൻ്റെ അരികത്തുള്ള കുറേ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നിന്നപ്പോഴാണ് നമ്മുടെ വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഇന്ന് കയ്യിലെടുത്തിട്ടുണ്ടായത് ലെമൺ റൈസ് ആയിരുന്നു. ലെമൺ റൈസ്, ചിക്കൻ ഫ്രൈ, സാലഡൊക്കെ ആയിരുന്നു. അത് കഴിച്ച് കുറച്ച് പേര് ചെറിയൊരു ഉറക്കം ഉറങ്ങി. പിന്നെ വീണ്ടും ഞങ്ങൾ ഗെയിംസുകളിലേക്ക് കടക്കാനായിട്ട് തുടങ്ങി. ഈ യൂനോ എന്നുള്ള ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനെപ്പോഴും ആൾക്കാർ കളിക്കണം കണ്ടെങ്കിൽ പോലും എനിക്കത് കളിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. പിന്നെ ഞങ്ങൾ അതിൽ തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഡേ മൊത്തം കൊണ്ടുപോയത് യൂനോ കാർഡ് തന്നെയായിരുന്നു. അങ്ങനെ അത് കളിച്ചു. അതിൽ നല്ല ഹരം ജോളിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി. ദെൻ അന്താക്ഷരി, അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ സൺ സെറ്റ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. അതും കണ്ടു നല്ല ഹാപ്പിയായി. വൈകുന്നേരത്തൊരു ടീയും കുടിച്ചു. ദെൻ ഞങ്ങൾ നൈറ്റ് ആവാറായപ്പോൾ ഗോവയിലെത്തിയപ്പോൾ ഗോവയുടെ ബ്രിഡ്ജ് ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അന്നത്തെ നൈറ്റ് ഫുഡും കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ വിശേഷങ്ങൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.